മഴ തോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്ര മേനോനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്ന സമയത്ത് കാറിൽ കയറാൻ വൈജയന്തിയെയോ അല്ലെങ്കിൽ വൈജയന്തിൻ്റെ കൂടെ പോകാനോ ബാലചന്ദ്രൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. മനുവിൻ്റെ കൂടെയാണ് ബാലചന്ദ്രൻ വരുന്നത്. കൂടെ കൃഷ്ണമോളും ഉണ്ടായിരുന്നു. പക്ഷേ കാറിൽ കയറിയ സമയത്ത് ഒരു സംസാരവും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ബാലചന്ദ്രൻ ഒന്നും തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവർ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തുന്ന സമയത്ത് അലീന വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടുകൂടി അലീനയെ ബാലചന്ദ്രൻ കുറച്ചു നേരം നോക്കി നിന്നിട്ട് പിന്നീട് അകത്തോട്ട് കയറി പോവുകയാണ്. പക്ഷേ നമ്മുടെ വൈജയന്തിക്ക് അവളെ കണ്ടിട്ട് ഇവളെ ഇതുവരെയും പോയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി ചോദിച്ച് ചൂടാവുമ്പോൾ ഞാൻ എപ്പോഴും പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് അലീന മറുപടി കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ അകത്തോട്ട് കയറുകയാണ്. കയറി കഴിഞ്ഞതിന് ആ ഒരു സമയത്ത് തന്നെ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിൽ ഞാനും വൈജയും കഴിഞ്ഞിരുന്ന ആ മുറി എൻ്റേതല്ല, അത് വൈജയുടേത് മാത്രമാണ്. എൻ്റെ മുറി ഇനി മുകളിൽ മതി എനിക്ക് മുറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛന് വയ്യാത്ത സമയത്ത് മുകളിൽ കയറുന്നാൽ ആരാണ് ശ്രദ്ധിക്കാനുണ്ടാവുക, അമ്മയല്ലേ നോക്കേണ്ടത്, അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി ആരും വരണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, അത് എനിക്ക് വേണ്ടപ്പെട്ടവരോട് ഞാൻ പറയാം, പക്ഷേ എന്നെ കാണാനോ അല്ലെങ്കിൽ നോക്കുന്നത് ഇതാക്കാനോ ഒന്നും ആരും കയറി വരേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുറിയിൽ പോലും വൈജയന്തിയെ കാണാനോ അല്ലെങ്കിൽ മുറിയിലേക്ക് വരാനോ ഒന്നും അനുവദിക്കാത്തത് കണ്ടപ്പോൾ വൈജയ്ക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ കൃഷ്ണമോളെയും കൂട്ടിയിട്ട് മുകളിലോട്ട് കയറി പോവുകയാണ്. ആ ഒരു സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ടപ്പോൾ അലീനയോടാണ് വൈജയന്തി ബാലചന്ദ്രമേനോൻ പറഞ്ഞ ആ ഒരു ദേഷ്യവും ഒക്കെ അലീനയോടാണ് തീർക്കുന്നത്. എന്നിട്ട് നിനക്കിനിയും പോവാനായില്ലേ, നിന്നോട് ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രൻ മുറിയിലോട്ട് എത്തിയ ശേഷം കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഇതാണ് ഇനി അച്ഛൻ്റെ മുറി എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴേക്ക് എങ്ങനെയാണ് നമ്മൾ വിവരം അറിയുക, പിന്നെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതിനിവിടെ സെർവൻ്റ് ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് അലീന ചേച്ചി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ, അവളല്ലാതെ വേറെ ഏതെങ്കിലും സെർവൻ്റ് ഇവിടെ ഉണ്ടോ, അവളിനി അമ്മയുടെ കാര്യം മാത്രമല്ല എൻ്റേത് കൂടി നോക്കണം, അവൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഞാൻ ഇവിടെ ഗോവർദ്ധനോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബെല്ലടിക്കുന്ന ഒരു സ്വിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അപ്പോൾ അച്ഛൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല, അങ്ങനെ തന്നെയായിരിക്കും, പിന്നെ ഈ മുറിയിലോട്ട് എൻ്റെ അനുവാദമില്ലാതെ ആരും കടന്നു വരണ്ട എന്നും കൂടെ നീ താഴത്തുള്ളവരോട് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൃഷ്ണമോളെ താഴേക്ക് പറഞ്ഞയക്കുന്നത്. പോകുന്ന സമയത്ത് ഒരു സങ്കടത്തോടു കൂടി കൃഷ്ണമോള് ബാലചന്ദ്രനെ നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രൻ കൃഷ്ണയുടെ പിന്നാലെ വന്നിട്ട് അലീനയെ വിളിച്ചിട്ട്, അലീന ഒന്നിങ്ങ് വന്നേ, ഇനി മുതൽ അമ്മയുടെ കാര്യം മാത്രം നീ നോക്കിയാൽ പോരാ, എൻ്റെ കൂടി കാര്യം നോക്കണം, അതിന് നീ ഇവിടെ തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. പക്ഷെ അത് പ്രകടമാക്കുന്നില്ല. ബാലചന്ദ്രൻ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് പ്രകടമാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ അലീനയോട് മുകളിലോട്ട് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ചോദിക്കുന്ന സമയത്ത് സത്യം മാത്രമേ പറയാവൂ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, വൈജ നിൻ്റെ അമ്മയാണെന്നുള്ള സത്യം നീ അറിഞ്ഞിട്ടല്ലേ, വൈജയെ നീ സ്വന്തം അമ്മയായിട്ടല്ലേ കാണുന്നത്, അങ്ങനെയല്ലേ, അതല്ലേ സത്യം എന്നൊക്കെ തുറന്നടിച്ച് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ആ ഒരു സമയത്ത് ആകെ ഞെട്ടിത്തരിച്ച് കരഞ്ഞുകൊണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് അലീന. എന്നിട്ട് ഒടുവിൽ അതെ, എൻ്റെ അമ്മയാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് മുത്തശ്ശൻ കൊണ്ടുവന്നത്, ബ്രിജിത്താമ്മയും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്, എൻ്റെ അമ്മ വൈജന്തിയാണ് എന്നുള്ള ഒരു സത്യം തുറന്ന് സമ്മതിക്കുകയാണ്.